MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് കട്ട്ലറ്റ് ആണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാം കേര ഫിഷാണ് എടുത്തിരിക്കുന്നത്. കട്ട്ലറ്റിന് എപ്പോഴും ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മുള്ളില്ലാതെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ മീനിലെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. മുള്ളുള്ള മീനാണെങ്കിൽ മുള്ള് മാറ്റിയതിനു ശേഷം വേണം ഉടച്ചെടുക്കാൻ. ഇപ്പോൾ മീനെല്ലാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇതിന്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് സവാള ചേർക്കണം. ഞാനൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സവാള നന്നായി വാടി വരുമ്പോൾ ഉടച്ചു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്, അതനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിന്റെ ചൂടിപ്പോൾ ആറിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം.
കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉരുളയാക്കി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് മുട്ടയിൽ മുക്കിയതിനു ശേഷം ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മുടെ രുചികരമായ ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്